मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഈ മേട എങ്ങോട്ടാ പോയത്? എനിക്ക് വല്ലാതെ വിശക്കുന്നു. ശരിയാ, എന്റെ വയറ്റിനകത്ത് എലി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നു. എവിടെ എവിടെ? ഹലോ ഹലോ. കള്ള, നിന്റെ വയറ്റിനകത്ത് ഒന്നുമില്ല, എലി ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കുക. എടാ മരമണ്ട, വയറ്റിനകത്ത് എലി ഉണ്ടെന്ന് പറയുന്നത് ഒരു പഴഞ്ചൊല്ല. അതിനർത്ഥം വയറ്റിനകത്ത് ഒന്നും ഇല്ലെന്നോ? സംശയമുണ്ടോ? എന്റെ പൊപ്പട്ടെ, ഇവൻ മരമണ്ടൻ എന്നതിൽ സംശയമില്ല. മണ്ടന്മാരുടെ എന്തെങ്കിലും കോമ്പറ്റീഷൻ നടക്കുവാണെങ്കിൽ ഇവനായിരിക്കും ഫസ്റ്റ് പ്രൈസ്. സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വാദുള്ള ഭക്ഷണമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഭക്ഷണത്തിന് നല്ല സ്വാദുണ്ട്. ഒരുപാട് പ്രയാസപ്പെട്ടായിരിക്കും ഈ ഭക്ഷണം ഉണ്ടാക്കിയത്. എന്തൊക്കെയാണെങ്കിലും ഭക്ഷണം എത്ര സ്വാദിഷ്ടമായിരുന്നാലും അതുണ്ടാക്കിയ കുക്കിനെ കുറിച്ച് നമ്മൾ ഒന്നും അന്വേഷിക്കാറില്ല. അത് തീർച്ചയായും തെറ്റാണ് ഗൈസ്. ഇന്ന് നോക്കുവാണെങ്കിൽ ടിവി മുതൽ മാഗസിൻ വരെ എല്ലാത്തിലും കുക്കുകൾ സെലിബ്രിറ്റികളെ പോലെ ഇന്റർവ്യൂ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രല്ല, എന്തുമാത്രം കോമ്പറ്റീഷനാണ് ഇപ്പൊ അവർക്ക് വേണ്ടി നടക്കുന്നത്. അതുപോലെ തന്നെ ഇനി 2 ദിവസം കഴിയുമ്പോ നമ്മുടെ ഈ സിറ്റിക്കകത്തും ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ്. അതിൽ സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് നല്ലൊരു സമ്മാനത്തുകയും നൽകാൻ പോകുന്നുണ്ട്. 1,00,000 രൂപയാണ് സമ്മാനത്തുക. അടിപൊളി. ഈ സമ്മാനം എനിക്ക് തന്നെ കിട്ടണം. നിനക്ക് പച്ചവെള്ളം പോലും തിളപ്പിക്കാൻ അറിയില്ല, പിന്നെ നീ എങ്ങനെ കുക്ക് ചെയ്യും? ഈ കുക്കിംഗ് കോമ്പറ്റീഷന് പകരം ഫുട്ബോൾ കോമ്പറ്റീഷൻ നടക്കുമായിരുന്നെങ്കിൽ ഞാൻ ജയിച്ച് സമ്മാനം നേടി മേഡത്തിനെ ഇംപ്രസ് ചെയ്യുമായിരുന്നു. ഒരുപക്ഷെ ഇതൊരു റേസ് കോമ്പറ്റീഷൻ ആയിരുന്നുവെങ്കിൽ. കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നതന്നെ നല്ലത്. ഈ വർഷത്തെ ബെസ്റ്റ് കുക്ക് ഞാൻ തന്നെ ആയിരിക്കും. ഈ മത്സരത്തിൽ ഞാൻ തന്നെ ജയിക്കും. മേഡത്തിന് എന്നോട് ഇംപ്രസും ഉണ്ടാകും. ഈ വർഷത്തെ വിജയിയാണ് ബണ്ണി. ബണ്ണി, ബണ്ണി, ഞങ്ങക്ക് വിശക്കുന്നു, വേഗം വാ. ഒരു 5 മിനിറ്റ്. വാവ്, ഇത്ര ഐറ്റംസോ? കൊള്ളാലോ ബണ്ണി. എങ്ങനെയുണ്ട് എന്റെ പാചകം? ഈ ബ്രെഡ് കടിച്ചു പൊട്ടിക്കുന്നതിനേക്കാൾ എളുപ്പം പാറ കടിച്ചു പൊട്ടിക്കുന്നതാ. ഇതെന്തുവാടേ? ഓംപ്ലേറ്റ് ആണോ അതോ പഴയ പഞ്ചറായ സൈക്കിളിന്റെ ടയറാണോ? ഇപ്രാവശ്യം ഒരു അബദ്ധം പറ്റി, പക്ഷെ അടുത്ത പ്രാവശ്യം ഇതിനെക്കാൾ സ്വാദായിട്ട് ഉണ്ടാക്കാം. ഇപ്പൊ ഈ ചായ കുടിക്ക, എന്നിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. കണ്ടോ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്റെ ചായ കുടിച്ചതിന് ശേഷം നിങ്ങളുടെ വായ അടഞ്ഞു പോകുന്ന. നിങ്ങൾക്കറിയില്ല, എന്റെ കയ്യിൽ മാന്ത്രികമുണ്ട്. ശരിയെന്നാ തുടങ്ങിക്കോ, വാ തുറന്ന് അഭിനന്ദിക്കാൻ തുടങ്ങിക്കോ. ബ്രോ, എന്തിനാ വാശി പിടിക്കുന്നേ? വാ തുറന്ന് പറ. വളരെ നന്നായിട്ടില്ലേ? പറ പറ. എത്ര വലിയ ആൾക്ക് ഒരു അബദ്ധമൊക്കെ പറ്റോടേ? കുറച്ച് സാധൊന്ന് കുറഞ്ഞു പോയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാ. 1 രൂപയുടെ ഭാഗ്യക്കുറിയിൽ 1 കോടി അടിച്ചാൽ ഹാപ്പി. ബണ്ണി, നീ എന്തിനാ വെച്ചോണ്ടിരിക്കുന്ന ഈ വെള്ളത്തൊപ്പി? അടികൈ. വാവ്,
അടിപൊളി കവിത തന്നെയാണ് കന്ന സാർ, സമ്മതിച്ചു. ഇതിന് ഞാനൊരു സമ്മാനം തരാൻ പോവാണ്. ഞാൻ സ്വാദിഷ്ടമായ ചില ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. അത് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോവാണ്. അതെന്തായാലും കലക്കി കൊണ്ടുവാ. നിന്റെ പാചകം കഴിക്കാൻ ആഗ്രഹം, സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാൻ കിച്ചണിലുണ്ട് സാധനം. നല്ലതാണെങ്കിൽ നിനക്ക് അഭിനന്ദനം. അടികൈ. ഞാൻ തരുന്ന ആഹാരങ്ങൾ നിങ്ങൾ കഴിച്ച് ഈ വിരൽ നിങ്ങൾ മൂക്കിൽ വെക്കും. വാവ്, ഇത് കേൾക്കുമ്പോ തന്നെ എനിക്ക് വല്ലാത്ത ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. വാ ബണ്ണി. വാ ബണ്ണി, കേക്ക് കാണുമ്പോ തന്നെ നല്ല ഡിലീഷ്യസ് ആയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഓ കിറ്റി, ഞാനിത് എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതാ, കൈകൊണ്ട്. ഇക്കരയിൽ നിന്നും നോക്കിയാൽ എന്നും കാണാം പച്ച അക്കരെ. നിന്റെ പാചകം കണ്ട് ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ചക്കരെ. അടികൈ. ഇപ്പൊ വരാം. നീ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിട്ട് വെച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. അയ്യോ എന്റെ അമ്മച്ചി, എന്റെ അമ്മച്ചി. അയ്യോ അയ്യോ എന്റെ അമ്മച്ചി, എന്റെ അമ്മച്ചി, അമ്മച്ചി. അയ്യോ 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 എന്റെ അമ്മച്ചി, എന്റെ അമ്മച്ചി, എന്റെ അമ്മച്ചി. അമ്മേ, അയ്യോ, അമ്മച്ചി. ആശുപത്രി ചെയ്യേണ്ടി വരുമായിരുന്നു ബുക്കിംഗ്. ഇനി നീ പാചകം ചെയ്ത എന്റെ കൈ കൊണ്ട് കിക്കിംഗ്. അടികൈ. ആക്ച്വലി ഞാനൊരു പുതിയ രീതിയിലുള്ള പാചകം ചെയ്യാനാണ് ശ്രമിച്ചത്. ബണ്ണി, നീ ഇനി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ പാചകം ചെയ്യാൻ ട്രൈ ചെയ്തില്ലെങ്കിലേ എങ്ങനെ കോമ്പറ്റീഷനിൽ ജയിക്കാൻ പറ്റുക? പിന്നെ എങ്ങനെ സമ്മാനത്തുക? പാതിരാത്രിയിൽ കാക്ക ചോറുണ്ണാൻ വരികയുമില്ല. മത്സരത്തിൽ നിനക്ക് സമ്മാനം കിട്ടുകയുമില്ല. പാചകം ഒരു കലയാണ്, അതിന് നീ ചെയ്യുന്നത് കൊലയാണ്. അടികൈ. ഇവിടെ വന്ന നമ്മുടെ പണിതിരി, നീ വേഗം ബാക്കിറ്റി. എന്റെ കൂട്ടുകാരെല്ലാം എന്നെ വെറുത്തിരിക്കുകയാണ്. എന്തൊക്കെയായാലും ഈ കോമ്പറ്റീഷൻ ഞാൻ തന്നെ ജയിച്ചിരിക്കണം. ഇതാ മത്സരം തുടങ്ങാൻ പോവുകയാണ്. മത്സരാർത്ഥിയുടെ കയ്യിലുള്ളത് വെറും 70 മിനിറ്റ് മാത്രം. ഈ 70 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. ഇതിൽ ജയിക്കുന്നയാളായിരിക്കും ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കുക്ക്. അദ്ദേഹത്തിന് കിട്ടും ഹെഡ് ഷെഫിന്റെ ജോബ്, മലേഷ്യൻ ട്രിപ്പും കൂടാതെ 1 ലക്ഷം രൂപയും. ഇതോ നിങ്ങളുടെ സമയം തുടങ്ങാറായി. തുടങ്ങിക്കോളൂ. എല്ലാവരും മിടുക്കന്മാരാണ്. അവരവരുടെ കഴിവുകൾ തെളിയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ വിജയവും തോൽവിയും സ്വാഭാവികമാണ്. എന്നാൽ കഴിവുകൾ തെളിയിക്കണം. നിങ്ങൾ എന്താണ് പാചകം ചെയ്യുന്നത്? കാണിക്കൂ. എന്തൊരു സ്റ്റൈലാണിത്. പക്ഷെ ഒരു കാര്യം, ഈ സ്റ്റൈൽ ജഡ്ജസിനും ഇഷ്ടപ്പെടണം. മൗനം സമ്മതത്തിന്റെ അർത്ഥമാണ്. നിങ്ങൾ എന്തുണ്ടാക്കിയാലും ശരി, അത് മനസ്സും വയറും നിറയുന്ന പോലെ ആയിരിക്കണം. അതാണ് നല്ല പാചകം. പാചകം ഒരു അത്ഭുത കലയാണെന്നുള്ളത് മറക്കരുത്. അടിപൊളി.
ബണ്ണി, വേണ്ട. എന്റെ ബണി, നീ എന്തായാലും ചെഫ് ഒന്നും അല്ലല്ലോ. പിന്നെ നീ ഇങ്ങനെ ദുഃഖിക്കേണ്ട ഒരു ആവശ്യമില്ല. അറിയാത്ത പണി ചെയ്ത് ആരെയും തോൽപ്പിക്കാനാവില്ല. നമുക്കറിയാവുന്ന പണി ചെയ്താൽ തീർച്ചയായും വിജയിക്കാൻ പറ്റും. നിനക്കറിയാവുന്ന പണി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് അതിൽ ബെസ്റ്റ് ആവാൻ സാധിക്കും. അത് ചെയ്യാൻ നോക്ക്. മനസ്സിലായി മാഡം. പക്ഷെ ഞാൻ എന്താ ചെയ്യാ? എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഒരിക്കലും കുക്കിംഗ് മാത്രം ട്രൈ ചെയ്യരുത്.